അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അതിന് മൈദ അല്ലെങ്കിൽ ഗോതമ്പോ പിന്നെ ആട്ടയോ എന്ത് വേണേലും എടുക്കാം. അപ്പം ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെയുള്ള മാവാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുക. അത് റെഡിയാക്കി കഴിഞ്ഞാൽ അതൊരു 5 മിനിറ്റോളം മാറ്റി വെക്കാം കേട്ടോ. അപ്പം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം ഇതിന് വലിയ അളവിലൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് എത്ര അളവിലെടുക്കണം എന്നൊന്നും പറയാനുള്ള ഒരു ഐഡിയ എനിക്കില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കുള്ള അളവിന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഐഡിയ പോലെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി, അതുപോലെ ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെന്താ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി. അതൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയാലും ഓക്കെയാണ് കേട്ടോ. പിന്നെ ഈ മാവ് കുഴയ്ക്കുന്നതിൽ ആർക്കും ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. പിന്നെ അവസാനം നമ്മൾ ഒന്നുകൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് പരത്തുമ്പം നമ്മൾ പിന്നെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് മസാലയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചല്ല, ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചു പോയി. അത് ഞാൻ ഫോൺ ശ്രദ്ധിച്ചുകൊണ്ട് ഓയിൽ ഒഴിക്കുന്നത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഓവറാണ് ഓയിൽ, ഇത്ര ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സാധാരണ പോലെ തന്നെ ഈ സമോസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാല പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വഴറ്റുമ്പം ഉപ്പിടണം, ഇതൊന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പം ഉപ്പിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ അതല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ഇതിൽ ഒരു മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനോ പിന്നെ ബീഫോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള മസാലയാണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈവനിങ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഈ മുട്ടയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാല റെഡി ആയിട്ടുണ്ടോ. മസാല പിന്നെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തും പോലെ അത്ര വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. ഒരു മിനിമം സൈസിൽ പരത്തിയിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യേണ്ടത്. ഇതിപ്പം മുഴുവനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചതെങ്കിലും ഈ ചപ്പാത്തി പരത്തുന്ന കാര്യം അതുപോലെ അത് കുഴച്ചെടുക്കുന്ന കാര്യമൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പം അമ്മേൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാനിത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഈ മസാലയൊക്കെ ഓക്കെയാണ്, മസാല ഉണ്ടാക്കാനൊക്കെ ഞാൻ നല്ല എക്സ്പേർട്ടാണെങ്കിലും കുഴയ്ക്കുക പരത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എക്സ്പേർട്ട് അല്ല കേട്ടോ. അപ്പം കുഴച്ച് തന്നത് അമ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പരത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റത്തത് ഞാൻ തന്നെ ആട്ടോ പരത്തിയേ. അപ്പോൾ അതിപ്പം ഞാനാണ് പരത്തിയെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. കാരണം റൗണ്ടൊന്നും അല്ല വന്നത്. ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, എൻ്റെ ചപ്പാത്തീൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പരത്തി, പിന്നെ ഞാനത് അമ്മക്ക് തന്നെ കൈമാറിയിട്ടോ.
പിന്നെ ഇത് ഈ ഫില്ലിങ് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഓരോന്ന് മീൻസ് സൈഡിൽ നിന്ന് ഇങ്ങനെ കൂട്ടിയാണ് അതൊരു റൗണ്ട് ഷേപ്പിലാക്കി വരുന്നത് കേട്ടോ. അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫ്ലോപ്പ് ആവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അതും കണ്ടോ, ഇതും എനിക്ക് അമ്മ തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഭൂരിഭാഗം ഭാഗവും അമ്മ തന്നെയാട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഷേപ്പാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പട്ടിഷോ എന്ന് പറയില്ലേ, അതിന് ഞാൻ എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് അത് പരത്തി എടുക്കുന്നുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. ഇതാക്കണ്ടോ, ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അമ്മ, ഈ ഫില്ലിങ് നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാട്ടോ ചെയ്തു തന്നെ. പിന്നെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് കുറേ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതാ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള കാര്യമുള്ളൂ. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചട്ടീൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കിയ ചട്ടിയാണ്. നല്ലൊരു മടിച്ചിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ അത് കഴുകാനുള്ള മടി കൊണ്ടും ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് കഴുകി വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് ചീത്ത കേട്ടിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, മടിച്ചായത് കാരണമാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തത് കേട്ടോ. എന്തായാലും ഇതിൻ്റെ മസാല തന്നെ ഉണ്ടാക്കിയ ചട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അതാ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള പരിപാടി. സംഭവം വലിയ ടാസ്ക് ഒന്നുമല്ല, ചെറിയൊരു പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പം ആർക്കും കുട്ടികൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.